എഴുതിക്കൊടുത്തേ സഭയിൽ ആരോപണം ഉന്നയിക്കാവൂ എന്ന നിബന്ധന വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. അതിനുശേഷം മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർക്ക് എഴുതിക്കൊടുത്ത് ഉന്നയിക്കാവുന്നതാണ്. എഴുത്തിൻ്റെ ആധികാരികത ആരും നോക്കാറില്ല. ഒറിജിനൽ രേഖ വേണമെന്ന മറ്റൊരു സ്പീക്കറും ആവശ്യപ്പെടുന്നത് കേട്ടതേയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ രേഖ ഫോട്ടോസ്റ്റാറ്റായിപ്പോയി. അതുകൊണ്ട് അനുവദിക്കാൻ നിർവാഹമില്ലെന്നറിയിച്ച സ്പീക്കർ ഷംസീർ കുഴൽനാടൻ്റെ മൈക്ക് ഓഫാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്താ സംഭവം? ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ പറയുകയുണ്ടായി, പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ രേഖയൊന്നും ഹാജരാക്കിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ആരോപണം ചീറ്റിപ്പോയില്ലേ എന്ന്. മുഖ്യമന്ത്രിയുടെയും തൈക്കണ്ടി വീണയുടെയും പേരിലെ ആരോപണം അങ്ങനെ ചീറ്റാതെ പോകട്ടെ എന്ന് ഷംസീർ കരുതി കാണുമോ എന്തോ. ആരോപണത്തെക്കുറിച്ച് വീണയിൽ നിന്നും ഒരു പൊട്ടലും ചീറ്റലും കണ്ടിട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി രൂപ കോഴ സ്വീകരിച്ചു എന്നും മീൻവണ്ടിയിലാണ് എത്തിയതെന്നുമാണ് ആരോപണം. മാത്യുവിൻ്റെ ആരോപണവും സ്പീക്കറുടെ നിലപാടും പ്രതിപക്ഷം കാര്യമായി എടുത്തിരുന്നുവെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ പ്രതിപക്ഷം നിർത്തുമായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ ഇടപാടുണ്ടോ എന്ന സംശയമാണ് ഇത് ബലപ്പെടുത്തുന്നത്. മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്ന കുഴൽനാടൻ്റെ ആരോപണം. 2016 ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണ വിജയന് മാസപ്പടി ലഭിച്ചെന്നും CMRLനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തുവരുത്തിയെന്നും മാത്യു കുഴൽനാടന് ആരോപണമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീണയ്ക്ക് മാസത്തിൽ 5 ലക്ഷം രൂപ CMRL നൽകി. CMRLൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്നത് ലീസ് അനുവദിച്ച് കിട്ടണമെന്നതാണ്. 2017 മുതൽ ഈ 5 ലക്ഷത്തിന് പുറമെ 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL കൊടുത്തുകൊണ്ടിരുന്നു. 2004 മുതലുള്ള സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നാണ്. CMRLന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. CMRLന് പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല. ഇതിനിടെ 2019 കേന്ദ്ര സർക്കാർ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. തുടർന്ന് ആ വർഷം ഏപ്രിലിൽ CMRLനുള്ള പാട്ട അനുമതി റദ്ദാക്കി. അന്ന് CMRL മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. CMRL നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കായി കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി അസാധാരണമായി ഇടപെട്ടു. മുൻ കരാർ റദ്ദാക്കിയ ഫയൽ പുനഃപരിശോധിക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതി. നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നു. വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തനിക്ക് അനുവദിച്ച് കിട്ടിയ സമയത്ത് നടത്തിയ ഇടപെടലെന്നും മാത്യു ആരോപിക്കുന്നു. CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വീണയുടെ എക്സാലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടികൾ ഉണ്ടാകില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം SFIO സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത്.